ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നിജ്മാസ് ഫുഡ് ആൻഡ് ഫൺ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും നോമ്പൊക്കെ ആയതുകൊണ്ട് ക്ഷീണമായിരിക്കും, പത്തിരിയും ദോശയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെനിക്ക് തന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹാദിയയുടെ റെസിപ്പിയാണ് കേട്ടോ. ഹാദിയ പ്രത്യേകം അവളുടേതായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ മന്തിയുടെ അരി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കുക. നല്ല റൈസാണ് കേട്ടോ ഇത്. മന്തി റൈസ് എന്ന് കടയിൽ പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ചിക്കന്, വലിയ പീസ് ചിക്കനാണ് വേണ്ടത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുക, ഓൾറെഡി നോമ്പായത് കാരണം കുറച്ച് കറിയൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെറിയ പീസുകളാണ്, നിങ്ങൾ മേടിക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് മന്തിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് മേടിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതൊരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ എത്രയും ആളുകളുണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് എടുത്തത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഞാൻ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്. നമ്മളെങ്ങനെയാണ് അതിൻ്റെ ഇത്, ഒരു കിലോ ചിക്കക്ക് ഒരു ചെറുനാരങ്ങ മതിയാവും. ഓവറായിട്ടുണ്ടെങ്കിൽ ആകെ പണി കിട്ടും. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം, കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാട്ടോ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് ആവശ്യത്തിന്. നമ്മളിത് എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചെറുനാരങ്ങയുടെ നീര് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക. ഒരു ചെറുനാരങ്ങ വേണോ നമുക്ക് നോക്കാം, കാരണം ജസ്റ്റ് എത്രത്തോളം ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, എനിക്കിതിൻ്റെ സ്മെല്ലും ഇതും വലിയ ഇഷ്ടമാണ്, അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച്, അതിൻ്റെ നീരാട്ടോ, അതിൻ്റെ നീര് കുറച്ച് ചേർത്ത് കൊടുക്കുക. വീട്ടിലുണ്ടായിട്ടുള്ള കുരുമുളക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എരിവൊക്കെ നോക്കിയിട്ട് നോക്കുക. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇതിൻ്റെ ഒരു അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒലീവ് ഓയിലാണ്. അപ്പോൾ ഒലീവ് ഓയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലോ. അപ്പോൾ അതിലേക്ക് ഒലീവ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുക കേട്ടോ. ഫുഡ് കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അതാണല്ലോ നമ്മളെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈയായിട്ട് തിരുമ്മി കുരുമുളക് പൊടിയും ഒലീവൊക്കെ നന്നായിട്ട് അതിൽ യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച് ചെറുനാരങ്ങ മൊത്തം അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം കുറവാണെന്ന് എനിക്ക് തോന്നി ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് നോക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ വല്ലാണ്ട് കൂടി പോകരുത്, നിങ്ങൾ നോക്കുക, നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എത്രയാണ് നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ ചേർക്കാം, കുറവാണെങ്കിൽ അതിന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മിക്സിങ് ഉണ്ടാവണം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ. അപ്പോൾ എനിക്ക് തോന്നി എരിവ് കുറവായത് കാരണം ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് എടുത്തത്. ഒലീവ് ഓയിൽ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര കുത്തലായിരിക്കും. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയിട്ട് യോജിപ്പിക്കുക. ആ കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടും, നല്ലൊരു സ്മെല്ല്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ കണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയ ചിക്കനിലേക്ക് എനിക്ക് തോന്നുന്നു അത്രയും കളറില്ല എന്ന്. ഇപ്പോൾ ഒരു കുട്ടികളൊക്കെ ആകുമ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് പറയും, എന്താ പറയുക, കളറില്ലല്ലോ ചിക്കന്, ഫ്രൈ ചെയ്ത പോലെ അല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ മുളക് പൊടി അത് ഇട്ട് കൊടുത്തത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. നല്ല കളർ വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്കിനി അടുത്തത് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കാണ്. ഞാൻ കുറച്ച് ഒരു കപ്പ് ക്യാപ്സിക്കം, ഇത് ഒരൊറ്റ ക്യാപ്സിക്കാണ് കേട്ടോ. അത് ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ അത് നന്നായി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ക്യാപ്സിക്കം ഒന്നും ഈ ചോറിൽ കാണുകയില്ല, കാരണം അത് അലിഞ്ഞു പോയിട്ടുണ്ടാവും ഈ ചിക്കനോട് എഴുകി ചേർന്നിട്ട്. അപ്പോൾ അതാ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച അരി വെള്ളമൊക്കെ വറ്റി കുതിർത്ത് നല്ല ഇതായി വന്നിട്ടുണ്ട്. 1.5 മണിക്കൂറാട്ടോ ഞാനിത് വെച്ചത്. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഞാൻ അടുപ്പിൽ കുടുക്കൊക്കെ വെച്ചിട്ട് അതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അരി ഇടാൻ.
സ്റ്റൗവിൽ ഇതാ കുക്കർ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്കിതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാണ്ട്. നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒലീവ് ഓയിൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതിലേക്ക് നമ്മൾ ഈ ചിക്കന് നേരത്തെ ചെയ്ത് വെച്ച ഈ ചിക്കന് ഓരോന്ന് ഇട്ട് കൊടുക്കുക. വലിയ പീസുകളാണെങ്കിൽ ഒരു 2-3 ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ചെറിയ പീസുകളായതുകൊണ്ട് നിങ്ങൾ വലിയ പീസ് മേടിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ക്യാപ്സിക്കൊക്കെ, ചിക്കൻ്റെ കൂടെയുള്ള ക്യാപ്സിക്കൊക്കെ ഇതിലുണ്ട് അലിഞ്ഞു പോവും. അത്രയും ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ആ ചോറിലൊന്നും കാണാൻ പറ്റില്ല. നല്ലൊരു ടേസ്റ്റാണല്ലോ ക്യാപ്സിക്കം. നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ. അപ്പോൾ ചുവപ്പും മഞ്ഞൊക്കെ ക്യാപ്സിക്കം ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് ലോ ഫ്ലെയിമിലാട്ടോ വെക്കേണ്ടത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആകെ കരിഞ്ഞു പോതാ. നല്ല വെള്ളം വെട്ടി തിളക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വേണമെങ്കിൽ പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ 1-2 ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, കാരണം ബിരിയാണി പോലെ എന്നുള്ള. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു മണം വേണമെന്ന് ആവശ്യമില്ലെങ്കിൽ ആ വെള്ളത്തിൽ നമുക്കുണ്ട് ഊറ്റിയെടുക്കാം. ഞാനത് എടുക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അതാ അരി കുറച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് 1.5 മണിക്കൂറെങ്കിലും അരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അരി ഇതാവില്ല. പിന്നെ ഇത് 100% നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. നല്ല വെന്തുടയാൻ പാടില്ല. 90% ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഊറ്റിയെടുക്കണം. അല്ലാണ്ട് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കുക്കറിൽ ഇടാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കുക, ഇത് ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതായിട്ടില്ല കേട്ടോ. ഒന്നും കൂടെ ഒരു കടിക്കുന്ന പോലെ ആകുമ്പോഴേക്കും നമ്മളിത് ഊറ്റിയെടുക്കണം. അല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ മന്തിയൊക്കെ വേറൊരു ടൈപ്പായി മാറും. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് കടിക്കുന്ന പോലെ ആയിട്ടുണ്ട്. നല്ല വെട്ടി തിളക്കുന്നുണ്ട്, നല്ല ചൂടുവെള്ളം. അപ്പോൾ ഇതാ അതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഒരു കുക്കറിൽ, നിങ്ങളുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ 7 കിലോത്തിൻ്റെ ഒരു കുക്കറാണ്. നിങ്ങളുടെ കുക്കർ വലിയതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ട്രിപ്പാക്കിയിട്ടാണ് കേട്ടോ ഈ അരി ഇട്ട് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഒരു കുക്കറിൽ ഇത് ഫുള്ളായിട്ട് കൊള്ളില്ല. അപ്പോൾ അതാ എല്ലാ വറ്റുകളും നല്ലപോലെ ഇതായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു വല്ലാണ്ട് അങ്ങോട്ട് കുക്കായി കഴിഞ്ഞാൽ, വല്ലാതെ അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് ഈ മന്തി റൈസ് ഉണ്ടല്ലോ, നമ്മളുടെ അരി വെന്തത്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ. അല്ലാണ്ട് വെന്തിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും. ഒരു ജസ്റ്റ് ഒരു കടിക്കുന്ന പോലെയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം, ഓവറായി ബിരിയാണിയിലേക്കൊന്നും ഇടുന്ന പോലെ ഇടരുത്. പിന്നെ കുറച്ചൊരു നുള്ള ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക, ഒരു 2-3 പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ, പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത്. നമ്മൾ കുരുമുളക് എന്ന് പറഞ്ഞാൽ മറ്റു കുരുമുളക്, നമ്മൾ വീട്ടിലുള്ള കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കറുത്ത ചെറുനാരങ്ങ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അതും. പിന്നെ ഫുഡ് കളറൊന്നും ചേർക്കാത്ത കാരണം ജസ്റ്റ് ഒന്ന് മുളക് പൊടിയും കുറച്ചൊരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. ഞാനൊന്ന് ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ ഇട്ടാൽ തന്നെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റും തന്നെ കിട്ടും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. മന്തി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ ആ ഒരു ഇതുണ്ടാവില്ല, നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വിതറി കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുക്കറൊന്ന് അടിച്ച് വെക്കുക. ഒരു വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളിത് ഓഫ് ചെയ്യണം കേട്ടോ. അത് ഓഫ് ചെയ്യണം. ഇതാ അടിപൊളിയായിട്ടുള്ള മന്തി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതിങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്നൊരു കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല ചൂടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. റംസാൻ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധിക സാധനങ്ങളൊന്നും വേണ്ടാനും, അരിയും ചിക്കനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാകുന്നത് തന്നെയാണ്. നല്ല ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിയിൽ ഇതാ നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ആ കുരുമുളകും ഒലീവൊക്കെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന്, നോമ്പായത് കാരണം നമ്മൾ കുറേ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതാണ്, ആ സ്മെല്ലും അതൊക്കെ പോവാതിരിക്കാൻ വേണ്ടി. അപ്പം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള മന്തി, ആദി സ്പെഷ്യൽ മന്തി കേട്ടോ.
ആദ്യമൊക്കെ ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട്, വളരെ ടേസ്റ്റുള്ള ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതിന്. എസ്പെഷ്യലി എൻ്റെ സിസ്റ്ററിലോ ഫൗസിക്കും ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.